ശുദ്ധമായ ജലം എലി തൊട്ടത് പോലുമില്ല. അപ്പൊ പറഞ്ഞു, എന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവണം നേരെയാവില്ല, അവനത് കുടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിധി എഴുതി. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞന് തോന്നി ഈ വിധി ശരിയല്ല. എന്താ ശരിയല്ലാത്ത മാഡം? എന്താണ് ആ വിധി ശരിയല്ല എന്ന് പറയാൻ കാരണം? പെട്ടെന്ന് ചോദിക്കും, മാഡത്തിന് പറയാൻ പറ്റില്ല. മാഡത്തിന് അതറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. മാഡം കേൾക്കാൻ വന്നത്. അതിനകത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചീസ്, ബ്രെഡ്, പാല്, മദ്യം നിറച്ചത്, മദ്യം ഇല്ലാത്തത്, മയക്കുമരുന്നിട്ടത്, മയക്കുമരുന്നില്ലാത്തത് ഒക്കെ ആയിട്ടുള്ള വെള്ളങ്ങൾ വെച്ചു. അപ്പോൾ നമ്മുടെ ആ ഐക്കണുകളിൽ ഏറ്റവും അവസാനം കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യും. അപ്പൊ കുറെ കാര്യങ്ങൾ വരും അല്ലേ? അതിൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾസ് കിട്ടിയേ? കണ്ടില്ലേ? അതൊന്ന് ഓപ്പൺ ചെയ്താൽ അപ്പൊ ഒരു റൗണ്ട് വന്നു അല്ലെ? വാട്സപ്പ്, ഫേസ്ബുക്ക്, അതല്ല ചേട്ടൻ കാണിച്ചു കറക്റ്റാണ്. അതില് ആ വാട്സപ്പിൽ ഒന്ന് തൊട്ട് എല്ലാവരും. അപ്പൊ ഒരു ഗ്രാഫ് വന്നോ? ആ ഗ്രാഫില് അതിന്റെ അടിയിൽ ഡേറ്റ് വെച്ചിട്ടുണ്ടാവും, 15, 12 അതൊക്കെ ദിവസം ഉണ്ടാവും. ഒരു ഗ്രാഫുമ്പോ നിങ്ങളൊന്ന് തൊട്ടെ. അപ്പോ ഒരു കാര്യം തെളിഞ്ഞു വന്നില്ലേ? നിങ്ങൾ എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് ഈ ഫോൺ ഉപയോഗിച്ചു എന്നറിയാം. ഇതിലിട്ടു മാച്ചു സാറേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഭയപ്പെടരുത്. നമ്മളിൽ ഭയം വേണം. ഭയം 2 തരമുണ്ട്. ഒന്ന് നന്മ ഉൾക്കൊള്ളുന്ന, അതായത് എനിക്ക് അവരെ ചെയ്യും പൊട്ടിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കൊരു ഭയം, എൻ്റെ പേരിൽ കേസ് എടുക്കും, ഞാൻ പിടിക്കപ്പെടും, ഞാൻ കള്ളനാവുമെന്നുള്ള ഭയം. അത് നല്ലതാണ്, മനസ്സിലായ? അല്ലാണ്ട് വരുന്ന ഭയങ്ങൾ ഒന്നും നല്ലതല്ല. കുട്ടി പോകട്ടെ, വണ്ടി തട്ടട്ടെ, ആക്സിഡന്റ് പറ്റട്ടെ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ ചികിത്സ നടത്തും. ഇത് ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. പല സ്ഥലത്തും ഡ്രസ്സ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണുണ്ട്. അത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഇരിക്കാതിരിക്കണോ? അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കും. കുട്ടികൾക്ക് നമ്മളെപ്പോഴും അവസരങ്ങൾ കൊടുക്കും. മൊബൈലിൽ തിരിക്കുന്നത്, ടി വി കാണല്ലേ. ഇന്നിപ്പോ സാറ് പറഞ്ഞ